कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते। ഹലോ, ഞാൻ നിങ്ങൾ സ്വന്തം കുറേ നാളായാലേ യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഇതെൻ്റെ ഒരു നോർമൽ വീക്കെൻഡ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇത്രയും സ്വാദോടെ ഞാൻ കഴിക്കുന്നത് ഈ ഹോസ്റ്റലിലായതിനു ശേഷമാണ്. കാരണം ഹോസ്റ്റലിലെ ഫുഡ് എടുത്ത് വായിൽ വെക്കുമ്പോഴേ വിചാരിക്കും വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാമായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ. എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഞാൻ അടുക്കളയിലേക്ക് കയറി. അതിന് മുന്നേ തലയൊക്കെ ചെയ്യുമെന്ന് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറി ഉച്ചത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി തന്നെ ആദ്യം അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഞാൻ തലേ ദിവസം വന്ന സമയത്ത് ഇച്ചിരി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നവരയും അതുപോലെ തന്നെ നൊത്തോലി മീനുമാണ്. ഇതിനെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് തലേന്ന് തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് കിടന്നുറങ്ങിയത്. കാരണം പിറ്റേന്ന് ആ ഒരു ജോലി ഭാരം നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇച്ചിരി പാവയ്ക്ക് വാങ്ങിയിട്ട്, കാരണം അമ്മയ്ക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി. ഈ സമയത്ത് ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് പൊരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുളകൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കഴിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് അതൊന്നും സെറ്റായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കഴിക്കുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ദോശയും അതുപോലെ തന്നെ ചമ്മന്തിക്കറിയും പിന്നെ മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുക്കളയിലേക്ക് കയറി ആ പൊരിക്കാൻ വെച്ചിരുന്ന നൊത്തോലി മീനെടുത്ത് കഴിച്ച്. ഒരു നൊത്തോലി മീനും പിന്നെ ആ സവോളയും കൂട്ടി കഴിക്കണം. എൻ്റെ അമ്മേ എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ. നിങ്ങൾ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ? വായിൽ വെള്ളം ഇറക്കരുത്, ഷെഫ് ഞാൻ. അപ്പോൾ എന്തായാലും എന്താ ചോറ്, അതുപോലെ തന്നെ പൊരിച്ച മീനുണ്ടായിരുന്നു, കറി വെച്ച നവര മീനുണ്ട്, പിന്നെ നമ്മുടെ പാവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിച്ചു. എന്നിട്ട് മിന്നൽ മുരളി ഇതാ ടി വിയിൽ നടക്കുന്നുണ്ടോ. ഇച്ചിരി നേരം കണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ബോധോദയം ഉണ്ടായത്. ഈശ്വര, തുണി കഴുകണമല്ലോ. അങ്ങനെ എന്തായാലും തുണി കഴുകാൻ വേണ്ടിയിട്ട് തുണി കഴുകാൻ വേണ്ടി പോയി. നല്ല കട്ട വെയിലായിരുന്നു. അങ്ങനെ എന്തായാലും തുണിയൊക്കെ കഴുകിയിട്ട് എൻ്റെ ഒരു വീഡിയോഗ്രാഫി കില്ലാടി ഞാൻ തന്നെ. ഇതൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴുണ്ട് ഇതുകൊണ്ട് ഒരു കൊച്ചു കിള്ളി എത്തി നോക്കുന്നു. റോസ വളർന്നതാണ് ഇപ്പം മരത്തിൻ്റെ കൊണ്ടയിൽ വരെ എത്തി. എന്ത് പറയാൻ. അങ്ങനെ ഉച്ചത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ച് വൃത്തിയായി തിരിച്ച് വന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച സമയത്താണ് ഞാൻ ഓർത്തത്, അയ്യോ എൻ്റെ കയ്യിലൊരു ബുക്കുണ്ടല്ലോ, തീവണ്ടി യാത്രകൾ. ഇത് നല്ലൊരു ബുക്കാണ് കേട്ടോ. ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. നല്ല ബുക്കാണ്. എനിക്ക് ഈ ഇംഗ്ലീഷ് ബുക്കുകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം മലയാളം ബുക്കുകളാണ്. ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ബുക്കിലൊക്കെ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ലൈബ്രറിയിലൊക്കെ പോയി ബുക്ക് എടുക്കുന്നു, വായിക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും ആ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ആ സമയത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വാവ്. പിന്നെ വൈകുന്നേരം നമ്മളിതാ മാഗി ഉണ്ടാക്കി കഴിച്ചു. മാഗിയും ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിനിടയിൽ കസിൻസൊക്കെ വന്ന് അവരുടെ കാര്യം പറഞ്ഞിരുന്നു. എന്നിട്ട് നമുക്കിതാ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം. ദോശയും ചമ്മന്തിക്കറിയായിരുന്നു. ഇനിയാണ് ഗൈസ് എനിക്കുള്ള പണി തുടങ്ങാൻ പോകുന്നത്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഞാനിനി ഉണർന്നിരുന്ന് ഒരാഴ്ചത്തേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കലാപരിപാടികളിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം.